എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ജാർഖണ്ഡില് വളരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളായിരുന്നു BJP ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ അല്ലെങ്കിൽ UP-യിലെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ചെയ്തതുപോലെ ഒരു ഒരു ജാതി പരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ തന്നെയായിരുന്നു ജാർഖണ്ഡിൽ നോക്കിയത്. അത് ഹരിയാനയിൽ വളരെ വിജയകരമായിട്ട് അവർ വിജയിച്ചൊരു കാര്യമായിരുന്നു. കാരണം ഒരു വിഭാഗത്തിന് എതിരായിട്ട്, അതായത് പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിന് എതിരായിട്ട് മറ്റെല്ലാ സമൂഹങ്ങളെയും ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ള രീതിയായിരുന്നു അത് പരീക്ഷിച്ചിരുന്നത്. അതിന് പാകത്തിനുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു തരത്തിൽ നമുക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നെല്ലാം നോക്കുമ്പോൾ ഒരു തരത്തിൽ ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും ഷിബു സോറനും അല്ലെങ്കിൽ ഷിബു സോറന്റെ ആ ട്രഡീഷനും ഇപ്പോഴും ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് മറുഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ വളരെ വളരെ യുക്തിപൂർവവും സംഘടിതവുമായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല അവര് പൂർണ്ണമായിട്ടും ഒരു മണ്ണിന്റെ മക്കൾ വാദമോ അല്ലെങ്കിൽ പറയാവുന്ന രീതിയിൽ അവിടുത്തെ ഒരു ട്രൈബൽ നേതാവിനെ, ഹേമന്ത് സോറനെ ജയിലിലടയ്ക്കാനായിട്ട് നടത്തിയൊരു കേന്ദ്ര നടത്തുന്ന ശ്രമം, അത് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അവർ പ്രചരണത്തിൽ കാര്യമായിട്ട് ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയമായിട്ട് അവർക്ക് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതാണ് പ്രാഥമികമായും നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് ജാർഖണ്ഡിൽ നിന്നൊക്കെയുള്ള മാധ്യമ സുഹൃത്തുക്കളോടെല്ലാം സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊരു കിട്ടിയൊരു ഒരു ധാരണ. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് ഇപ്പോൾ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ NDAക്കാണ് വിജയം ഉണ്ടായെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീഹാറിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ജാർഖണ്ഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നേരത്തെ ബീഹാറിന്റെ ഭാഗമായിരുന്നു. രാഷ്ട്രീയം കുറെ കൂടി സ്പ്രെഡഡ് ആണ്. ഇവിടെയും RJD, അവിടുത്തെ പ്രധാനപ്പെട്ട ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള RJD ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മത്സരിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ ബീഹാറിൽ തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഈ സഖ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ആത്മവിശ്വാസം കൂടി ജാർഖണ്ഡ് നൽകുന്നുണ്ട്. അതേസമയം നമുക്കറിയാവുന്ന പോലെ തന്നെ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഈ സഖ്യത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറയണ്ടായിരുന്നു എങ്ങനെയാണ് മറ്റേ ഈ രണ്ട് ഭാഗമായിട്ട്, അത് വലിയ രണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് വലിയ പില്ലറുകളായിരുന്നു ഈ ഇതേപോലെ ശരത് പവാറും അതേപോലെ തന്നെ ബാൽ താക്കറെയും. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ട്രഡീഷണൽ അവരുണ്ടാക്കിയെടുത്ത വലിയൊരു രണ്ട് പാർട്ടികൾ കൂടിയാണ് ഏകദേശം ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അപ്രസക്തമായി പോവുകയും പ്രധാനമായും മത്സരം അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസിലേക്കൊക്കെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ ആ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ബാൽ താക്കറെ, ഉദ്ധവ് താക്കറെയോ അല്ലെങ്കിൽ ശരത് പവാറിൻ്റെയോ പാർട്ടിക്ക് ഒരു വലിയ പ്രസക്തി ഇല്ലാത്ത തരത്തിലേക്ക് ഇപ്പോൾ അവിടെ പോവുകയും അതേപോലെ തന്നെ അജിത് പവാറിന്റെ പാർട്ടി ഉയർന്നു വരികയും കോൺഗ്രസിന് അവർക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന വിദർഭ മേഖലയിൽ വലിയ തിരിച്ചടി കിട്ടുകയും കൂടി ചെയ്തതോടുകൂടി പൂർണ്ണമായിട്ടും BJPയുടെ ഒരു കൈപ്പിടിയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഖ്യകക്ഷികൾ പോലും ഇല്ലാതെ വേണമെങ്കിൽ ഭരിക്കാവുന്ന തരത്തിലേക്ക് BJPയുടെ ഒരു കൈപ്പിടിയിലേക്ക് മഹാരാഷ്ട്ര മാറുകയും ചെയ്തിട്ടുണ്ട്.